നിനക്കെന്താ ഒറ്റയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലേന്ന്? നിനക്കെന്താ ഒറ്റയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലേന്ന്? പിന്നെ നീ എന്തിനാ തമാശയായിട്ട് ഏഹ് ദാവൂദിനെ പിടിച്ച് ഇതിനെ പിടിച്ചിട്ട് എന്തിനാ? ആരൊക്കെ വിളിച്ചു വെച്ചിട്ടും കാര്യമില്ല കിങ്ങെ. കേറി വരേണ്ട പിള്ളേരുന്ന് കേറി വരും കേട്ടോ. ഏ എന്താണ് കളംബീസ്? സീനറിയാ എന്തിന്? നിന്റെ വീട്ടിലോട്ട് എന്റെ പിള്ളേര് കേറി വരുന്നുണ്ട്. കളത്തിൽ ആരും വന്നിട്ടും കാര്യമില്ല. നിനക്ക് സീൻ ഞാൻ പറഞ്ഞു തന്നല്ലോടാ മയില്. നിനക്ക് പിക്ക് വേണോ അല്ലടാ? നിനക്ക് പിക്ക് വേണോ അല്ലേ? ഏ നിനക്ക് പിക്ക് വേണോ അല്ലടാ മയില്? നിനക്കുള്ള പിക്ക് തന്നെയാണ്. വെയിറ്റ് ആക്ക്. നിനക്കുള്ള പിക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിന്റെ 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 ഒരു നിന്റെ ഒരു ഫേസ് വാപ്പ് വീഡിയോ അടക്കം ഇറങ്ങണ്ട് മോനെ. എടാ ഞാൻ പറഞ്ഞു നീ എന്നോട് കളിക്കരുത്. കാരണം കമ്പ്യൂട്ടറില്ലേ എനിക്ക് നീ ഇപ്പൊ ചോദിച്ചേ എന്റെ പൊന്നു കിങ്ങേ, നീ ഇപ്പൊ ദാവൂദിനെ ഇൻവൈറ്റ് എന്തിനാ? ഉം? ഉം? ഏ? ദാവൂദിനെ നീ ഇപ്പൊ എന്തിനാ ഇൻവൈറ്റ് ഇട്ടേ? ദാവൂദിനെ എന്നെ നീ ആരെ വിളിച്ച എന്നെ നീ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? എടാ നിനക്ക് ഇപ്പൊ എന്റെ ലൊക്കേഷൻ വേണോ? നിനക്ക് ഇപ്പൊ എന്റെ ലൊക്കേഷൻ വേണോ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ? ചെയ്യടാ, ഞാൻ ലൊക്കേഷൻ വാട്സാപ്പ് അയച്ചുതരാം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഏത് ദാവൂദിനെ ഏത് മലക്കിനെ വേണേലും വിളിച്ചു. നിനക്ക് ഇനി പടച്ചോനെ എടുക്കണം. പടച്ചോനെ ഡയറക്റ്റ് എത്തിക്കോ. നിനക്ക് ഒരു ഐഡിയ ചെയ്യാൻ പറ്റില്ല കേട്ടാ. കേട്ടാ ഏ നിനക്കൊരു മൈഡിയും ചെയ്യാൻ പറ്റത്തില്ല. ആ പിന്നെ നിന്റെ വീഡിയോ ഉണ്ടാക്കിയതിന് ഞാൻ ഒരുത്തന്നെ നെഞ്ചത്തോട്ട് കയറിയായിരുന്നു. ഞാൻ അവനോട് സോറി പറയണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഞാനും അലക്സും കൂടി കയറാൻ നിൽക്കുമായിരുന്നു. അലക്സിനോട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിന്റെ വീഡിയോ ഇറക്കി, നിന്റെ മറ്റേ വീഡിയോ ഇറക്കിയല്ലേ നിന്റെ ലവിയിട്ട് അങ്ങോട്ട് പാർസൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടണ്ട് കേട്ടാ. കേട്ടാ എല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്ക് ദാവൂദിനെ വിളിച്ച് നീ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്യും. മനസ്സിലായോ? ഇനി ഞാൻ എടുത്തുതരാം. നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിച്ചാ പോരെ? വീട്ടിൽ വന്നിട്ട് സംസാരിച്ചാ പോരെ? അല്ല എടാ, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഇഷ്ടം. ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറും. ഇന്ന് അവന്മാര് കയറുന്നുണ്ട്. ഇന്ന് അവന്മാര് വരും. പിന്നെ വരാൻ പറഞ്ഞു. പിക്കല്ലേ വേണ്ട, ഞങ്ങള് പിക്ക് എടുക്കുന്നുണ്ട്. ഞങ്ങൾക്കും പിക്ക് എടുക്കാൻ അറിയാം. എല്ലാത്തിന്റെ ഇരിക്കുന്ന S24 അൾട്ര ഐഫോൺ 670 വരെ ഇരിപ്പുണ്ട്. നല്ല അൾട്ര നല്ല സൂം ചെയ്തെടുക്കാം. പിക്കൊക്കെ എങ്ങനെ എടുത്തിട്ട് പോവാം? മനസ്സിലായോ? പറ്റിയൊന്നുമില്ല, ഞാൻ മാറ്റി തരാം. നിനക്ക് ഞാൻ പറഞ്ഞ കേട്ടല്ലേ നിനക്ക് എന്നെ അറിയത്തുള്ളൂ. ആരാ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. നീ എന്നെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല നേരിട്ട്. എന്റെ പിള്ളേരെ നീ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ ഒരു അവസരം. അത് പക്ഷെ നിന്റെ അവസാനത്തെ അവസരം ഇരിക്കും. നിന്റെ ആദ്യത്തെ അവസാനത്തെ കാഴ്ച ഇരിക്കും അത്. ഏതായാലും ഞാൻ കയറ്റി വിടുന്നുണ്ട് പിള്ളേരെ. കേട്ടാ, പിള്ളേരെ ഞാൻ ഒന്ന് കയറ്റി വിടുന്നുണ്ട്. കേസിനെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞുതരാടാ. കേസിനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നേര് ഫോണിൽ കൂടെ സംസാരിക്കണമല്ലോ. സംസാരിക്കണം. മനസ്സിലായോ? ഇല്ല, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ. നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വീട്ടിൽ പോണ ആളാ. നിനക്ക് എന്നെ അറിയാം. ഇത്ര നാളത്തെ സംസാരിക്കും. നിനക്ക് ഒരു വർഷം എന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് അറിഞ്ഞൂടെ? ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ അവന്റെ വീട്ടിൽ പോകും. അങ്ങനെയുള്ള എനിക്ക് നിന്റെ വീട്ടിൽ തന്നെ ഇനിയിപ്പോ എന്താ? ഞാൻ കുറച്ച് പിക്ക് എടുക്കാണ്ട്. എടാ ഞാൻ കുറച്ച് പിക്ക് എടുക്കാണ്ട്. അതിനാ തന്നെ ഹെയർ കേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുത്തി പിക്ക് എടുക്കാണ്ടേ? പിക്കല്ലേ വേണ്ടേ? പിന്നെ എടുത്തുതരാം. എനിക്കറിയാം എടുക്കാൻ.
S24 ഞാൻ ഡിസ്പ്ലേ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഞാൻ അതും എടുത്തോണ്ടും വരാം. അപ്പൊ ഞങ്ങള് മൊത്തം ഒരു 10-15 ആപ്പിൾ ഐഫോണും സാംസങ് ഒക്കെ ആയിട്ട് നല്ലൊരു പ്യൂരിഫൈഡ് പിക്ക് കിട്ടും. ഉള്ളവരൊക്കെ വിളിച്ചിരുത്തിക്കോ, അതാകുമ്പോ സുഖമാണ്. നമുക്ക് 10-20 ആൾക്കാർ തന്നെയല്ലേ, ഓരോരുത്തർക്ക് ഓരോ ഫോൺ വെച്ചെടുക്കാം. ഉള്ളവരെയൊക്കെ വിളിച്ചിരുത്ത്, ഞങ്ങൾ അതിനനുസരിച്ച് ആളെ കൂട്ടി വരാം. പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ വീട്ടിൽ കയറി എടുത്തിട്ടേ പോകത്തുള്ളൂ കേട്ടാ, വേറെ വിഷയം.